ഹായ് ഫ്രണ്ട്സ്, അനൂസ് ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ബീഫ് ബ്രോസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതിന് അത്യാവശ്യം വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള കുറച്ച് ബീഫ് പീസുകളാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മസാലകളൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കറിവേപ്പില, ഇതൊക്കെ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ബീഫ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു കപ്പ് മൈദയിലേക്ക് 4-5 ടീസ്പൂണ് അരിപ്പൊടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഞാനൊരു മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ളു ഉപ്പും 1 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചതും ഇട്ടിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മളെ ബീഫ് മുട്ടയിലും പൊടിയിലും 2 തവണ ഡിപ്പ് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. നമ്മളെ പൊടി ബീഫിന് നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ് 2 തവണ ഡിപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളെ പൊടി ബീഫിൻ്റെ മുകളിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇനി ഞാൻ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു വശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതാ നമ്മൾ ബീഫ് ബ്രോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഞാൻ മാറ്റുന്നുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ഒന്ന് ബ്രോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പം നമ്മളുടെ ബീഫ് ബ്രോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഫ്രഞ്ച് ഫ്രൈസും മയണൈസും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണിലെ ഓൾ എന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. താങ്ക്